ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ മോക്ക് ടെസ്റ്റാണ് കേട്ടോ. കാരണം നമുക്ക് കെമിസ്ട്രിയിലുള്ള ഇതുമായിട്ട് നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ചാപ്റ്ററും നമുക്ക് വായിച്ച് ക്ലാസ് എടുത്ത് പോകാൻ നമുക്കുള്ള സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊരു മോക്ക് ടെസ്റ്റ് രീതിയിൽ നമുക്ക് ഇത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജീനെയും അങ്ങോട്ട് നമുക്കൊരു മോക്ക് ടെസ്റ്റിൽ രീതിയിൽ നമുക്ക് കവർ ചെയ്യാം കേട്ടോ. ഹിസ്റ്ററി നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ട് പോകുന്നത്. മോക്ക് ടെസ്റ്റ് രീതിയിലല്ല, എന്താണ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇനി ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഈ രീതിയിലായിരിക്കും കേട്ടോ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ. കഴിവതും നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഏതെങ്കിലും ചാപ്റ്റർ എവിടുന്നെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏതെങ്കിലും ചാപ്റ്റർ ആണെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റ് സെക്ഷനിൽ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ മെയിൻസിനുള്ള SCERT ലിസ്റ്റ് ഞാൻ ഉടനെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ആസിഡുകളുമായി ചേർന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേത് പുളിരുചിയാണുള്ളത്, pH 7 കുറവാണ്, പിന്നെന്താണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, വഴുവഴുപ്പ് ഇല്ല. പുളിരുചിയാണ്, pH 7 കുറവാണ്, നീല ലിറ്റ്മസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ചുവപ്പാക്കുന്നുണ്ട്, വഴുവഴുപ്പ് ഇല്ല. അപ്പോൾ ഇതിൽ ആസിഡുമായിട്ടുള്ള ചേർന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി. എല്ലാം ശരിയാണ് കേട്ടോ. കാരണം എനിക്ക് നിങ്ങൾ ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. എന്തൊക്കെയാണ് ആസിഡിൻ്റെ പ്രത്യേകതകളായിട്ട് വരുന്നത്? പുളിരുചിയാണുള്ളത്, pH എത്രയാണ്? 7 കുറവാണ്, പിന്നെന്താണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ബ്ലൂവിനെ എന്താക്കുന്നുണ്ട്? റെഡ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ഏതാണ്? ആസിഡാണ്. പിന്നെന്താണ്? വഴുവഴുപ്പ് ഇല്ല. വഴുവഴുപ്പ് ഏതിനാണുള്ളത്? ആൽക്കലിക്കാണ് വഴുവഴുപ്പുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റബ്ബർ പാൽ കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഫോമിക് ആസിഡ്, ബാർബിറ്റ്യൂറിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ഏതാണ്? ഓപ്ഷൻ എ ഫോർമിക് ആസിഡാണ് കറക്റ്റ് ആൻസർ. റബ്ബർ പാൽ കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബാർബിറ്റ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഹിപ്നോട്ടിസത്തിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഹിപ്നോട്ടിസത്തിന് യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? ബാർബിറ്റ്യൂറിക് ആസിഡാണ് കേട്ടോ. സ്റ്റിയറിക് ആസിഡ് ഏതിലാണ്? എണ്ണ കൊഴുപ്പിൽ കാണപ്പെടുന്നതാണ് അല്ലേ. സ്റ്റിയറിക് ആസിഡ് ഏതിലാണ്? എണ്ണ കൊഴുപ്പിൽ കാണപ്പെടുന്നു. ലാക്റ്റിക് ആസിഡ് ആണെങ്കിലോ തൈര്, മോര് എന്നിലൊക്കെ കാണപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? റബ്ബർ പാൽ കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് ഫോർമിക് ആസിഡാണ് കേട്ടോ. ഇത് നമ്മുടെ SCERT എടുത്തിട്ടുള്ളതാണ്. 7ാം ക്ലാസ്സിലെ SCERT എടുത്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്കൊന്ന് വായിച്ചു പോവാം. നെല്ലിക്കയിൽ ധാരാളം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, വിറ്റമിൻ സി എന്നത് എന്താണ്? അസ്കോർബിക് ആസിഡാണ്. ഇതിൻ്റെ സാന്നിധ്യം ആണ് നെല്ലിക്കയ്ക്ക് എന്ത് കൊടുക്കുന്നത്? പുളിരുചി കൊടുക്കുന്നത്. ഇനി ഇവിടെ ഭക്ഷ്യവസ്തുവും അതിലടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡുകളും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോവാം. മോര്, തൈര് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ് അല്ലേ. മോര്, തൈരിൽ ഏതാണ് അടങ്ങിയിരിക്കുന്ന ആസിഡ്? ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരി ആണെങ്കിൽ അസറ്റിക് ആസിഡാണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡാണ്. വാളൻപുളിയിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡാണ്. ടെർമറിൻ്റെ ടാർട്ടാറിക് അല്ലേ. വാളൻപുളി എന്താണ്? ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിൾ എന്താണ്? മാലിക് ആസിഡാണ്. പിന്നെന്താണ്? നെല്ലിക്ക അസ്കോർബിക് ആസിഡാണ്. തക്കാളി ഓക്സാലിക് ആസിഡ് അല്ലേ. എന്താണ്? ഒന്നുകൂടെ പറയാം. മോര്, തൈരിൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. നാരങ്ങ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സിട്രിക് ആസിഡ്. വാളൻപുളിയിൽ ഏതാണ്? ടാർമറിൻ്റെ ടാർട്ടാറിക് ആസിഡ് കേട്ടോ. ടാർട്ടാറിക് ആസിഡ് വാളൻപുളിയിൽ. ആപ്പിളിൽ മാലിക് ആസിഡാണ് കേട്ടോ. ആപ്പിളിൽ മാലിക് ആസിഡാണ്. നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡാണ്. നെല്ലിക്ക നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അതിൽ സി അസ്കോർബിക് ആസിഡാണ്. തക്കാളിയിൽ ഏതാണ്? ഓക്സാലിക് ആസിഡാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ കുറച്ച് ബേസുകൾ എന്ന് പറഞ്ഞിട്ടൊരു 3 കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചുണ്ണാമ്പിൻ്റെ രാസനാമം, കാസ്റ്റിക് സോഡയുടെ, കാസ്റ്റിക് പൊട്ടാഷിൻ്റെ രാസനാമമാണ് കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇവിടെ എടുത്തത് കേട്ടോ. ചുണ്ണാമ്പിൻ്റെ രാസനാമം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പഠിച്ചിട്ട് പോകാം കേട്ടോ. ചുണ്ണാമ്പ് ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് എഴുതി വെക്കുക കേട്ടോ. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡ സോഡിയം. ഇനി കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷിക് ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത്
ഹെൻറി കാവൻഡിഷ് ആണ് അല്ലേ ഹൈഡ്രജൻ കണ്ടെത്തിയത്. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. ഹെൻറി കാവൻഡിഷ് ആണ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം നമ്മൾ പറഞ്ഞുള്ളൂ. കാസ്റ്റിക് സോഡയുടെ രാസനാമം ഏതാണ്? കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ സോഡ് അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ആസിഡിൻ്റെ വീര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി മണ്ണിൽ ചേർക്കുന്ന ആൽക്കലി സ്വഭാവമുള്ള പദാർത്ഥം. ഈ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ഈ കുമ്മായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ആസിഡിൻ്റെ വീര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി മണ്ണിൽ ചേർക്കുന്ന ആൽക്കലി സ്വഭാവമുള്ള പദാർത്ഥം ഏതാണ്? കുമ്മായം. ഓപ്ഷൻ എ കുമ്മായമാണ് ആൻസറായിട്ട് വരുന്നത്. ആസിഡിൻ്റെ വീര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി മണ്ണിൽ ചേർക്കുന്ന ആൽക്കലി സ്വഭാവമുള്ള പദാർത്ഥമാണ് കുമ്മായം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണം ഏതാണ്? ഓപ്ഷൻ ബി തന്മാത്രയാണ് ആൻസർ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണം ഏതാണ്? തന്മാത്ര. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ന്യൂട്രോൺ കണ്ടെത്തിയത്? ന്യൂട്രോണിന് എന്താണ്? ന്യൂട്രോൺ ന്യൂട്രലാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ചാടെന്ന് പറയും. എന്താണ്? ചാർജില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പറയുകയാണ്, നീ ഇങ്ങനെ ചാർജ്ലെസ് ആയിട്ടിരിക്കില്ലേ, ചാടെന്ന് പറയണം. അപ്പോൾ ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ഒരാറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏത്? ഒരാറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏത്? ഞാനിപ്പോൾ പറഞ്ഞു ന്യൂട്രോൺ അല്ലേ. ഒരാറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. അപ്പോൾ നമ്മൾ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതിനോട് ചാടെന്ന് പറയും. അങ്ങനെ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻ എ തെർമോ പ്ലാസ്റ്റിക് ആണ്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? നമ്മുടെ പല ടൈപ്പ് പാക്കറ്റുകൾ, ട്യൂബ്, കണ്ടെയ്നറുകൾ, ഇതെല്ലാം എന്താണ്? തെർമോ പ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം മാത്രം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റത്തോടൊപ്പം രാസമാറ്റവും കൂടെ സംഭവിക്കുന്നതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബേക്കലൈറ്റ് ആണ് കേട്ടോ. ബേക്കലൈറ്റ് ആണ്, ഓർത്തിരിക്കണേ. ബേക്കലൈറ്റ് എന്തിന് ഉദാഹരണമാണ്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്നത് തെർമോ പ്ലാസ്റ്റിക് ആണ്. അതിന് നമ്മളിപ്പോൾ പറഞ്ഞു പോളിത്തീന്. എല്ലാത്തിനെയും കൂടെ നമ്മൾ ഈ ട്യൂബും കണ്ടെയ്നറും പാക്കറ്റൊക്കെ നിർമ്മിക്കുന്നത് പോളിത്തീൻ കൊണ്ടാണ്. അപ്പോൾ പോളിത്തീൻ എന്താണ്? തെർമോ പ്ലാസ്റ്റിക് ആണ്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് കേട്ടോ. നമ്മുടെ ഈ പാത്രങ്ങളുടെ പിടിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏണസ്റ്റ് റൂദർഫോർഡുമായി ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടെത്തിക്കോളൂ വേഗം. ഞാൻ വായിക്കാവേ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. ആറ്റത്തിൻ്റെ പ്രോട്ടോൺ കണ്ടുപിടിച്ചു. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് കണ്ടുപിടിച്ചു. വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടുപിടിച്ചു. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡുമായിട്ട് ബന്ധമുള്ളത് നമുക്ക് നോക്കാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. ആറ്റത്തിൻ്റെ പ്രോട്ടോൺ കണ്ടുപിടിച്ചു. പിന്നെന്താണ് ഇമ്പോർട്ടൻ്റ്? പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് കണ്ടെത്തി. ആര് കണ്ടെത്തി? ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത്? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം മാസ് നമ്പറാണ്. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ആണ് ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം എന്താണ്? ആറ്റോമിക മാസ് അല്ല, ആറ്റോമിക നമ്പറാണെന്ന് ഓർത്തിരിക്കുക. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം എത്രയാണ്? അതിൻ്റെ ആറ്റോമിക നമ്പറാണ്. അപ്പോൾ ശരിയായത് നമുക്കൊന്നും കൂടെ നോക്കാം. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണം എന്താണ്? മാസ് നമ്പർ. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണം എന്താണ്?
മാസ് നമ്പറാണ്. അവിടെ എഴുതി വെക്കണേ. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഏതാണ്? ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമായിരിക്കും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഷെല്ലുകളിലേക്കുള്ള ഊർജ്ജം എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം ഏതാണ്? ആറ്റോമിക മാസ് അല്ല, ആറ്റോമിക നമ്പറാണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 2 ആൻസർ. കെ ഷെല്ലിൽ എത്രയാണ്? 2. എൽ ഷെല്ലിൽ എത്രയാണ്? 8. എമ്മിൽ 18, എന്നിൽ 32. ഓർത്തിരിക്കുക കേട്ടോ. KLMN, കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം. സൾഫ്യൂരിക് ആസിഡിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ് കേട്ടോ. നമ്മുടെ അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉൾപ്രേരകമാണ് ഇരുമ്പ് എന്ന് പറയുന്നത് കേട്ടോ. അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? ഇരുമ്പാണ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സൾഫർ ഡയോക്സൈഡും നൈട്രിക് ഓക്സൈഡുമാണ് കറക്റ്റ്. അമ്ലമഴയ്ക്ക് കാരണം ഏതൊക്കെയാണ്? SO2, NO2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് ഏത്? ഒരു മിനിറ്റ്, നമ്മളിവിടെ ഈ ഫോസ്ഫോറിക് ആസിഡ് പറയാൻ മറന്നുപോയിട്ടോ. ഫോസ്ഫോറിക് ആസിഡ് എന്തിൻ്റെ ഉൾപ്രേരകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിപ്പിച്ച ജലവും ഓക്സിജനും ഉണ്ടാകുന്ന വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിപ്പിച്ച് ജലവും ഓക്സിജനും ഉണ്ടാകുന്ന വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എഴുതി വയ്ക്കുക കേട്ടോ. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത്? ഇത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെ? ഏതാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആണ് അല്ലേ. കപട സംക്രമണ മൂലകങ്ങൾ ഏതാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഏറ്റവും വലിയ ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ്? ഏറ്റവും വലിയ ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ്? ഫ്രാൻസിയം. ഓപ്ഷൻ ഡി ഫ്രാൻസിയമാണ് ആൻസർ. ഏറ്റവും വലിയ ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ്? ഫ്രാൻസിയത്തിൻ്റേതാണ്. എന്നാൽ ഏറ്റവും ചെറിയ ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ്? ഏറ്റവും ചെറിയ ആറ്റം ഏത് മൂലകത്തിൻ്റെയാണ്? ഹീലിയത്തിൻ്റെയാണ് കേട്ടോ. ഏറ്റവും വലുത് ഫ്രാൻസിയം, ഏറ്റവും ചെറുത് ഹീലിയം. W ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? W ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ്? ഏതിൻ്റെയാണ്? വൂൾഫ്രം അല്ലേ, ടങ്സ്റ്റൻ്റെ ആണ് എന്തെന്ന് പറയുന്നത്. നമ്മുടെ W എന്നതുകൊണ്ട് നോട്ട് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെയാണ് അറിഞ്ഞിരിക്കുക. K ഏതാണ്? കാലിയമാണ് കേട്ടോ. കാലിയം ഏതാണ്? പൊട്ടാസ്യത്തിൻ്റെ ആണ് അല്ലേ. പൊട്ടാസ്യം. K കാലിയം, പൊട്ടാസ്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെയാണ് Fe എന്നുള്ളത് ഏതാണ്? ഫെറമാണ് കേട്ടോ. ഫെറം ഏതാണ്? ഇരുമ്പാണ് അല്ലേ. ഇരുമ്പിനെയാണ് നമ്മൾ ഫെറം എന്ന് പറയുന്നത് Fe കൊണ്ട് നോട്ട് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്തതാണ് Cu ഏതാണ്? എല്ലാവർക്കും അറിയാം, കുപ്രമാണ് അല്ലേ. കുപ്രം ഏതാണ്? ചെമ്പ് അല്ലേ, ചെമ്പ്. അടുത്തതാണ് Sn ഏതാണ്? സ്റ്റാനം ഏതാണ്? സ്റ്റാനം ഏതിൻ്റെയാണത്? ടിന്നിൻ്റെയാണ് കേട്ടോ. Sn ഏതാണ്? ടിന്നാണ്. അത് എങ്ങനെയാണ്? സ്റ്റാനം എന്നാണ് അതിൻ്റെ രാസനാമം. സ്റ്റാനം ശാസ്ത്രീയ നാമം കേട്ടോ. ഇനി അതുപോലെ തന്നെ Hg ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്? ഹൈഡ്രാർജിയം ആണല്ലേ. ഏതാണ്? Hg ഹൈഡ്രാർജിയം. അപ്പോൾ അത്ര അവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? പ്ലൂട്ടോണിയമാണ് കേട്ടോ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? പ്ലൂട്ടോണിയം. 1 ലിറ്റർ ലായനിയിൽ ലയിച്ചിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം. 1 ലിറ്റർ ലായനിയിൽ ലയിച്ചിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം. മൊളാലിറ്റി ആണോ, ലേയത്വമാണോ, മൊളാസിറ്റി ആണോ? ഓപ്ഷൻ ബി മൊളാരിറ്റി ആണ് ആൻസർ കേട്ടോ. 1 ലിറ്റർ ലായനിയിൽ ലയിച്ചിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം എത്രയാണ്? മൊളാരിറ്റി എന്നാണ് പറയുന്നത്. കൊളോയിഡൽ കണികകളിൽ പ്രകാശം വിസരിക്കുന്ന പ്രതിഭാസത്തെ എന്ത് പറയുന്നു? കൊളോയിഡൽ കണികകളിൽ പ്രകാശം വിസരിക്കുന്ന പ്രതിഭാസത്തെ എന്താണ് പറയുന്നത്?
ഓപ്ഷൻ സി ടിൻഡൽ പ്രഭാവമാണ് അല്ലേ. കൊളോയിഡൽ കണികൾ പ്രകാശം വിസ്തരിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ടിൻഡൽ പ്രഭാവം. ലോഹങ്ങൾ നേർപ്പിച്ച് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. ലോഹങ്ങൾ നേർപ്പിച്ച് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ലോഹങ്ങൾ നേർപ്പിച്ച് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഏതാണ് കിട്ടുന്നത്? ഏത് വാതകമാണ് കിട്ടുന്നത്? ഹൈഡ്രജനാണെന്ന് ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഹൈഡ്രജൻ്റെ ഉപയോഗത്തിൽ പെടാത്തത് കണ്ടെത്തുക. വായിക്കാവേ. വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു. അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നു. ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ. ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നല്ല, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എന്താണ്? ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങളാണ്. ഏതൊക്കെയാണ്? വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബോറോണിൻ്റെ സാന്നിധ്യം വജ്രത്തിന് നൽകുന്ന നിറമെന്ത്? ബോറോണിൻ്റെ സാന്നിധ്യം വജ്രത്തിന് നൽകുന്ന നിറമെന്ത്? ഓപ്ഷൻ എ നീലയാണ്. ബോറോണിൻ്റെ സാന്നിധ്യം നീല നിറമാണ് വജ്രത്തിന് നൽകുക. അതുപോലെ തന്നെ മഞ്ഞ നിറം ഏതാണ്? മഞ്ഞ നിറത്തിൻ്റെ സാന്നിധ്യം നൈട്രജനാണ്. നൈട്രജൻ്റെ സാന്നിധ്യമാണ് വജ്രത്തിന് മഞ്ഞ നിറം കൊടുക്കുന്നത്. നീല നിറമാണെങ്കിൽ ഏതാണ്? ബോറോണ്. ഓർത്തിരിക്കുക കേട്ടോ. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലക്കുകാരത്തിൻ്റെ രാസനാമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലക്കുകാരത്തിൻ്റെ രാസനാമം ഏതാണ്? സോഡിയം കാർബണേറ്റ് ആണ് അല്ലേ. പഠിച്ചോളൂ. അലക്കുകാരത്തിൻ്റെ രാസനാമം എഴുതി വെക്കുക. ഏതാണ്? സോഡിയം കാർബണേറ്റ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. പൊട്ടാസ്യം കാർബണേറ്റിൽ പൊട്ടാഷിൻ്റെയാണ്. പൊട്ടാസ്യം കാർബണേറ്റ് ഏതിൻ്റെ രാസനാമമാണ്? പൊട്ടാഷിൻ്റെ. സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിലോ? സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ അപ്പക്കാരം എഴുതി വെച്ചോളൂ. സോഡിയം ബൈകാർബണേറ്റ് ഏതിൻ്റെ രാസനാമമാണ്? അപ്പക്കാരത്തിൻ്റെയാണ് കേട്ടോ. അപ്പക്കാരത്തിൻ്റെയാണ്. കാൽസ്യം കാർബണേറ്റ് ആണെങ്കിൽ നമ്മുടെ മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലിൻ്റെയാണ് കാൽസ്യം കാർബണേറ്റ്. ഒന്നും കൂടെ പറയാം. അലക്കുകാരത്തിൻ്റെ ഏതാണ്? സോഡിയം കാർബണേറ്റ്. അലക്കുകാരത്തിൻ്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. പൊട്ടാസ്യം കാർബണേറ്റ് ഏതിൻ്റെ രാസനാമമാണ്? പൊട്ടാഷിൻ്റെയാണ്. പൊട്ടാസ്യം കാർബണേറ്റ് പൊട്ടാഷ്. സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ അപ്പക്കാരം. സോഡിയം ബൈക്ക് എന്നല്ല കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ ഏതാണ്? അപ്പക്കാരം. എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി കാൽസ്യം കാർബണേറ്റ് ആണെങ്കിലോ? മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലിൻ്റെ രാസനാമമാണ് ഇത് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ജൈവവളത്തിൻ്റെ ഉപയോഗങ്ങളിൽ പെടുന്നത് ഏത്? താഴെ പറയുന്നവയിൽ ജൈവവളത്തിൻ്റെ ഉപയോഗങ്ങളിൽ പെടുന്നത് ഏത്? വിളവ് കൂടുതൽ ലഭിക്കുന്നു. ലഭ്യത കൂടുതൽ. മണ്ണിൻ്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നു. പിന്നെന്താണ്? കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായി വരുന്നു. ഇതിനെല്ലാം ഏതാണ് ചോദിക്കുന്നത്? ജൈവവളത്തിൻ്റെ ഉപയോഗങ്ങളിൽ പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ജൈവവളമാണ് കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. കൂടുതൽ വിളവ് ലഭിക്കുന്നു. ലഭ്യത കൂടുതൽ. മണ്ണിൻ്റെ ജൈവഘടനയിൽ മാറ്റം വരുന്നു. ഇത് മൂന്നും എന്താണ്? രാസവളത്തിൻ്റെ ഉപയോഗങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. ഓർത്തിരിക്കുക. ജൈവവളം എന്താണ്? കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. മണ്ണിൻ്റെ ജൈവഘടനയിലൊന്നും മാറ്റം വരുത്തുന്നില്ല അല്ലേ. ലഭ്യത കുറവാണ്. പിന്നെന്താണ്? കൂടുതൽ വിളവ് അങ്ങനെ ലഭിക്കില്ല. അതാണ് ജൈവവളത്തിൻ്റെ ഉപയോഗങ്ങളിൽ പെടുന്നത് അല്ലേ. രാസവളമാകുമ്പോൾ എന്താണ്? വിളവ് കൂടുതൽ ലഭിക്കും, ലഭ്യതയും കൂടുതലുണ്ടാവും. പിന്നെന്താണ്? പക്ഷേ മണ്ണിൻ്റെ ജൈവഘടനയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങളൊക്കെ വരുത്തും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സി അസറ്റലിൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സീകാരിയായി ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന്. ഏതൊക്കെയാണ് പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത് ഏതാണ്? അവിടെ നൈട്രജനാണ് അല്ലേ. നൈട്രജനാണ് വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത്. ബാക്കി ഓക്സി അസറ്റലിൻ ജ്വാല വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സീകാരിയായി ഉപയോഗിക്കുന്നു. ഇത് ഇത്രയും എന്താണ്? ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. എഴുതി വെക്കണേ.
ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ പ്രധാന ഘടകം ഏത്? ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ പ്രധാന ഘടകം ഏത്? ഏതാണ്? കാർബൺ ആണ് അല്ലേ. CFCയിലെ പ്രധാന ഘടകം ഏതാണ്? ഓസോൺ പാളിക്ക് ഹാനികരമാകുന്നത് കാർബൺ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. IUPAC രൂപം കൊണ്ട വർഷം. IUPAC രൂപം കൊണ്ട വർഷം. ഓപ്ഷൻ സി 1919. IUPAC എന്നാണ് രൂപം കൊണ്ടത്? 1919. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയുടെ രൂപം ഏത്? ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപം ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആന്ത്രസൈറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ. ആന്ത്രസൈറ്റ് ആണ് എന്താണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപം എന്ന് പറയുന്നത്. പീറ്റിലാണെങ്കിൽ എന്താണ്? കാർബണിൻ്റെ അളവ് ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ. പീറ്റിൽ എന്താണ്? കാർബണിൻ്റെ ഏറ്റവും അളവ് കുറഞ്ഞ കൽക്കരിയുടെ രൂപമാണ് പീറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ആന്ത്രസൈറ്റിനെ വേറൊരു രീതിയിൽ പറയുമല്ലോ, ഓർമ്മ കിട്ടുന്നുണ്ടോ? ഹാർഡ് കോൾ എന്ന് പറയൂല്ലേ. ഹാർഡ് കോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹാർഡ് കോൾ ഏതിനെ പറയുന്നു? ആന്ത്രസൈറ്റിനെ ഹാർഡ് കോൾ എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് ലിഗ്നൈറ്റ്? ലിഗ്നൈറ്റിനെ എങ്ങനെ പറയുന്നു? ബ്രൗൺ കോൾ എന്ന് പറയുന്നു അല്ലേ. ലിഗ്നൈറ്റിനെ എങ്ങനെയാണ് പറയുന്നത്? ബ്രൗൺ കോൾ എന്ന് പറയുന്നു. ബ്രൗൺ കോൾ ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. ബിറ്റുമിനസ് കോൾ ഏതാണ്? സോഫ്റ്റ് കോളാണ്. ബിറ്റുമിനസ് കോൾ ഏതാണ്? സോഫ്റ്റ് കോളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയണത്. താഴെ തന്നിരിക്കുന്നതിൽ സംക്രമണ മൂലകങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? സംക്രമണ മൂലകങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. റെയർ എർത്ത് എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ്. പെട്ടെന്ന് കിട്ടൂല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ തെറ്റായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ് ബ്ലോക്ക്? ഡി ബ്ലോക്ക് ആണ് അല്ലേ. ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക്. ഇനി നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഏതാണ്? സംക്രമണ മൂലകങ്ങൾ എന്താണ്? ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ എന്താണ്? ലോഹങ്ങളാണ്. ഓർത്തിരിക്കുക. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ആരാണ്? മെൻഡലിയേഫ് ആണ് അല്ലേ. മെൻഡലിയേഫ് ആണ്. മെൻഡലിയേഫ്. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? മെൻഡലിയേഫ് ആണ്. നമ്മുടെ മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്ന സയൻറ്റിസ്റ്റ് ആരാണ്? മാസ് സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ആരാണ്? അത് ആൻറ്റോയിൻ ലവോസിയാണ്. മാസ് സംരക്ഷണ നിയമം കേട്ടോ. മാസ് സംരക്ഷണ നിയമം ആര് കൊണ്ടുവന്നു? മാസ് സംരക്ഷണ നിയമം ആൻറ്റോയിൻ ലവോസിയെ. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? മെൻഡലിയേഫ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രകാരം ഏറ്റവും അധികം ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏത്? ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രകാരം ഏറ്റവും അധികം ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിഗ്സ് ബോസോൺ ആണ് അല്ലേ. ദൈവഗണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിഗ്സ് ബോസോൺ. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് നിർദ്ദേശിച്ച ആറ്റം മാതൃക ഏതാണ്? ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയുമില്ല കുറയുകയുമില്ല എന്ന് നിർദ്ദേശിച്ച ആറ്റം മാതൃക ഏതാണ്? ബോർ മാതൃകയാണ് കേട്ടോ. ബോർ മാതൃകയാണ് ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് നിർദ്ദേശിച്ച ആറ്റം മാതൃക. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റോമിക സിദ്ധാന്തം എളുപ്പം കിട്ടൂല്ലേ. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് അല്ലേ. ആറ്റോമിക സിദ്ധാന്തം ആരാണ് രൂപീകരിച്ചത്? ജോൺ ഡാൾട്ടൺ. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടെയിൻ. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടെയിൻ. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? സമ്പർക്ക പ്രക്രിയയാണ്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? സമ്പർക്ക പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഹേബർ പ്രക്രിയ അറിഞ്ഞിരിക്കുക. ഏതാണ്? അമോണിയ
വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നതാണ് അല്ലേ. അമോണിയം വ്യവസായമായിട്ട് നിർമ്മിക്കുന്നത് ഏതാണ്? ഹേബർ പ്രക്രിയയാണ് അല്ലേ. ഹേബർ പ്രക്രിയ. ഒന്നും കൂടി ഉണ്ട് അലൂമിനിയത്തിൻ്റെത്, അത് ആലോചിച്ചിരിക്കുക. ഏതാണ്? ഹാൾ ഹെറൗൾട്ട് ആണ് കേട്ടോ. ഹാൾ ഹെറൗൾട്ട് ഏതിൻ്റെയാണ്? അലൂമിനിയം നിർമ്മാണത്തിൻ്റെയാണ് ഹാൾ ഹെറൗൾട്ട് എന്ന് പറയുന്നത്. സമ്പർക്കം സൾഫ്യൂരിക് ആസിഡ്, ഹേബർ പ്രക്രിയ അമോണിയം, പിന്നെ ഏതാണ്? ഹാൾ ഹെറൗൾട്ട് അലൂമിനിയം കേട്ടോ. ഇനി അടുത്തത് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനം. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനം പുരോപ്രവർത്തനമാണോ, ഉഭയദിശ പ്രവർത്തനമാണോ, താപമോചക പ്രവർത്തനമാണോ, പാശ്ചാത് പ്രവർത്തനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനം ഏതാണ്? താപമോചകമാണ് കേട്ടോ. താപമോചക പ്രവർത്തനമാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി. അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ലീച്ചിങ് ആണ്. അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ലീച്ചിങ്. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായിട്ടുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? സ്വേദനമാണ്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി എന്താണ്? അവയ്ക്ക് കുറഞ്ഞ തിളനിലയാണ്. താഴെ പറയുന്നവയിൽ ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് ഉദാഹരണം ഏത്? സിങ്ക്, കോപ്പർ, അലൂമിനിയം, പ്ലാറ്റിനം. ഇതിൽ ഏതാണ് ക്രിയാശീലം കുറഞ്ഞ ലോഹം? ക്രിയാശീലം കുറഞ്ഞ ലോഹം ഏതാണ്? പ്ലാറ്റിനമാണ് അല്ലേ. പ്ലാറ്റിനമാണ് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് ഇതിൽ കൊടുത്തതിലൊരു ഉദാഹരണം. ഇനി അടുത്ത ഏതാണ്? പ്ലാറ്റിനം ഉണ്ട്, സ്വർണ്ണം ഉണ്ട് കേട്ടോ ക്രിയാശീലം കുറഞ്ഞത്. ഇനി അടുത്തത് ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നത് ഏത്? എന്താണ്? ഫുള്ളറീനാണ് അല്ലേ. ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാർബണിൻ്റെ രൂപാന്തരമായിട്ടുള്ള ഫുള്ളറീനാണ് ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നത്. എത്തനോയിക് ആസിഡിൻ്റെ സാധാരണ നാമം ഏതാണ്? അസറ്റിക് ആസിഡ് എന്നുള്ളതാണ് കേട്ടോ. എത്തനോയിക് ആസിഡിൻ്റെ സാധാരണ നാമം എന്താണ്? അസറ്റിക് ആസിഡാണ്. മെത്തനോയിക് ആസിഡിൻ്റെ ആണെങ്കിൽ ഫോമിക് ആസിഡ് എന്ന് പറയുന്നു. ആസിഡുകളിലെ പൊതുഘടകം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഹൈഡ്രജൻ ആണ്. ആസിഡിലെ പൊതുഘടകം ഏതാണ്? ഹൈഡ്രജൻ. ഇനി അടുത്തത് മൂലകങ്ങളെ ത്രികങ്ങളാക്കി തരംതിരിച്ചത് ആരാണ്? ഡൊബറൈനർ ആണ്. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ചത് ആരാണ്? ഡൊബറൈനർ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. SCRT ക്വസ്റ്റ്യൻസ് ആണ്, മുഴുവനും SCRT തന്നെ നോക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ക്ലാസ് എടുക്കാൻ സമയക്കുറവ് കൊണ്ടാണ് ഞാനിങ്ങനെ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാവേ. Thank you.